മോണ്ടിനിഗ്രോയിലെ ദ ലേഡി ഓഫ് ദി റോക്സ് എന്ന പള്ളിയും അതിൻ്റെ പശ്ചാത്തലവും ഏതൊരു യാത്രികൻ്റെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. മലകളായും കത്തോർബയിലെ നീല ജലാശയങ്ങളായാലും ചുറ്റപ്പെട്ട നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ഈ പള്ളി മോണ്ടിനിഗ്രോയിലെ രണ്ടാമത്തെ പ്രധാന ആകർഷണമാണ്. 15-ാം നൂറ്റാണ്ടിൽ മത്സ്യബന്ധനത്തിനായി പോയ ഒരു കൂട്ടം ആൾക്കാർ കന്യാമറിയത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ഒരു കല്ല് ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നവർ അത് അടുത്ത പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത ദിവസം ഇതേ കല്ല് അതേ സ്ഥലത്ത് വീണ്ടും പ്രത്യക്ഷയായി കണ്ട അവർ ഇതൊരു അത്ഭുതമായി കാണുകയും തുടർന്ന് ഓരോ തവണ മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ അവരുടെ കപ്പലിൽ കല്ലുകൾ കൊണ്ടുചെന്ന് നിക്ഷേപിക്കാനും തുടങ്ങി. ക്രമേണ അതൊരു ദ്വീപായി മാറുകയായിരുന്നു. 1452 മത്സ്യത്തൊഴിലാളികൾ കണ്ടെടുത്ത ഒരു ദിവ്യക്കല്ലിൻ്റെ ആസ്പദത്തിൽ പിറവിയെടുത്ത ഈ ദ്വീപിന് ഓരോ ദിവസവും 100-ലേറെ ആളുകളാണ് സന്ദർശനത്തിനായി എത്തുന്നത്. ഓരോ വർഷവും ജൂലൈ 22-ന് ഫാസിനാദ എന്ന് വിളിക്കപ്പെടുന്ന ഈ ചടങ്ങിൽ സാധാരണക്കാരും കപ്പൽക്കാരും അവരുടെ നൗകയിൽ കല്ലുകൾ നിക്ഷേപിച്ച് ഈ പാരമ്പര്യം തുടർന്നു പോകുന്നു. ഇന്ന് ദ ലേഡി ഓഫ് ദി റോക്സ് എന്ന പള്ളി സമാധാനപ്രദമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പള്ളിയുടെ ഒരു ഭാഗത്ത് അപൂർവമായ ചിത്രങ്ങളും പുരാവസ്തുക്കളുടെയും ഒരു ശേഖരം തന്നെയുണ്ട്. ഈ പള്ളിയുടെ അകത്തെ വിശേഷണതകൾ അനിരൂപണമെന്നാണ് വിശേഷിപ്പിക്കാവുന്നത്. പള്ളിയുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അപൂർവമായ ചിത്രങ്ങളും മികച്ച കലാസൃഷ്ടികളും അനുഭവിക്കാനാകും. പ്രധാന ആകർഷണം വിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രശസ്തമായ ചിത്രം തന്നെയാണ്. 1962 സൃഷ്ടിക്കപ്പെട്ട ഇതിനോട് ചേർന്നുള്ള മ്യൂസിയം പള്ളിയുടെ സമ്പദ് ശേഖരണങ്ങളുടെ ഭാഗമായിട്ടാണ് ആരംഭിച്ചത്. ഈ പള്ളിയിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് €2 അടയ്ക്കേണ്ടത്. മ്യൂസിയത്തിൻ്റെ ആഭ്യന്തര ഭാഗം വിവിധ കലാലയങ്ങളിൽ നിന്ന് ശേഖരിച്ച തികച്ചും അപൂർവമായ പ്രദർശന വസ്തുക്കളാൽ സമ്പന്നമാണ്. ഇതിനകം 2500-ലധികം ശേഖരങ്ങളാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപൂർവമായ വെള്ളക്കടലാസുകൾ, പഴയ ചിത്രങ്ങൾ, കലാപ്രതിമകൾ, മതപരമായ വസ്ത്രങ്ങൾ, വിലയേറിയ ഗ്ലാസ് വസ്തുക്കൾ, കാറു ചെയ്ത വസ്തുക്കൾ എന്നിവയും മ്യൂസിയത്തിൻ്റെ ഭാഗമായുണ്ട്. അൾത്താരയോട് ചേർന്ന് കിടക്കുന്ന വാതിലൂടെയാണ് മ്യൂസിയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ വസ്തുക്കളാണ് നമുക്ക് അവിടെ കാണാനാവുക. മ്യൂസിയത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് തെയ്പ്പിൻ്റെ വിസ്മയം. തീരദേശവാസിയായ ഒരു കന്യാസ്ത്രീ അവരുടെ മുടിയിഴകളാൽ നിർമ്മിച്ചെടുത്ത ഒരു മാതാവിൻ്റെ ചിത്രം നമുക്ക് അവിടെ കാണാനാകും. 25 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ആ ചിത്രത്തിൽ വർഷങ്ങൾ ആകുമ്പോൾ മുടികൾക്ക് വന്നേക്കാവുന്ന നിറവ്യത്യാസം നമ്മൾക്ക് ആ ചിത്രത്തിൽ ദർശിക്കാനാകും. മ്യൂസിയത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗം നാവിക ചരിത്രത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. സമുദ്രയാത്രയുടെ ചരിത്രവും പഴയ കപ്പലുകളുടെ മോഡലുകളും നാവികരിൽ നിന്നുള്ള സമ്മാനങ്ങളും ഇവിടെയുണ്ട്. ദ ലേഡി ഓഫ് ദി റോക്സ് മ്യൂസിയം ചരിത്രത്തിൻ്റെ ഒരു സജീവ പ്രതിനിധിയെന്ന നിലയിൽ മോണ്ടിനിഗ്രോയുടെ സംസ്കാരവും പാരമ്പര്യവുമായ സമ്പത്തുകൾ പൈതൃകമായി സംരക്ഷിക്കുന്നു. ഈ ദ്വീപിലെ സന്ദർശനം കലാരൂപങ്ങളും ചരിത്രവും ആത്മീയതയും ചേർന്ന ഒരു സമ്പന്നമായ അനുഭവമാകുന്നു. കത്തോർബയുടെ കടലിൻ്റെ നീലക്കടലാകുന്ന പ്രകൃതി സൗന്ദര്യവും മാത്രം ഏവരുടെയും മനസ്സ് നിറയ്ക്കുന്ന ഒന്നാണ്. ഈ ചരിത്രവും പ്രകൃതിയും ചേർന്ന ദൃശ്യങ്ങൾ അതിൻ്റെ സൗന്ദര്യം കണ്ട് മോണ്ടിനിഗ്രോയിലെ ദ ലേഡി ഓഫ് ദി റോക്സ് എന്ന തീർത്ഥാടന കേന്ദ്രവും നീലക്കടലും മലനിരകളും ഒരിക്കലും മറക്കാനാകാത്ത അനുഭവങ്ങൾ ഓരോ യാത്രികനും സമ്മാനിക്കുന്നു. മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചില വസ്തുക്കളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താക്കോലുകൾ, പഴയ ഘടികാരങ്ങൾ, റേഡിയോകൾ, തോക്കുകൾ, തയ്യൽ മെഷീനുകൾ, അങ്ങനെ ഒട്ടേറെ അനവധി വസ്തുക്കളാണ് അവരവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓരോ ഭിത്തിയിലും അന്നത്തെ പെയിൻറ്റിങ്ങുകളും അന്നത്തെ പ്രധാനികളായ ആൾക്കാരുടെയും ചിത്രങ്ങളും അവർ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് സുവനീറുകൾ കളക്ട് ചെയ്യാവുന്നതാണ്. ഈ മുറിയിലാണ്
മുടിയിഴകളാൽ തീർത്തപ്പെട്ട ഒരു മാതാവിൻ്റെ ദൃശ്യം അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പള്ളിയിലെ ഓരോ വാളുകളിലും മനോഹരങ്ങളായ ഓരോ കലാകാരൻ്റെയും സൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു. നീലക്കടലാൽ ചുറ്റപ്പെട്ട ഈ സമുദ്രം സന്ദർശിക്കാനെത്തുന്നത് ദിവസവും നിരവധി ആൾക്കാരാണ്. ഇതാണ് മുടി ഇഴകളാൽ തീർത്തപ്പെട്ട ചിത്രം. താങ്ക് യു ഫോർ വാച്ചിങ്.